സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഒരു വലിയ താരതമ്യം നൽകുകയാണ് സ്വർഗത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച്. സ്ത്രീകൾക്കത് പെട്ടെന്ന് മനസ്സിലാകേണ്ടതാണ്, എന്നാൽ പലർക്കും അത് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ഒരു സ്ത്രീ പ്രസവവേദന അനുഭവിക്കുന്നതിനോടാണ് അത് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഒരിക്കലും ഈ വേദനയെക്കുറിച്ച് അവൾ പരാതി പറയാറില്ല. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു എന്നത് കാണുമ്പോൾ ഒരിക്കൽ പോലും പല പരാതികളും പല വേദനകളും അവൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളതിൻ്റെ വേദന ഇതിലെല്ലാം കഠിനമാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കത് ആണുങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, പക്ഷേ ഇവിടെ ചിലർക്ക് മനസ്സിലാവും. കാരണം ഇവരെ ഈ ഡെലിവറി സമയത്ത് ഞങ്ങളെയും കൂടെ, അതായത് ആണുങ്ങളെയും അവരുടെ ഭർത്താക്കന്മാരെയും പ്രസവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കയറ്റും. അത് കാരണം തന്നെ പലരും വേണ്ട, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ വേദന അത്ര കഠിനമാണെന്ന് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണ് മനസ്സിലായേക്കണം എന്നെനിക്ക് തോന്നുവാണ്. സ്ത്രീകൾക്കത് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരത് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊരു പരാതിയും അവർ പറഞ്ഞിട്ടില്ല. കാരണം ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത്രയ്ക്ക് വലുതാണ്. എന്നാ നല്ലൊരു കമ്പാരിസണാണ്. എന്നിട്ടും എന്തേ നമുക്ക് മനസ്സിലാകാത്തത്? ഈ നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ തുല്യവും നിസ്സാരമാണ്. ആ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അതിനുള്ള കൃപ കിട്ടട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.